എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇരിക്കണ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഫുഡ് കഴിക്കാനുള്ള ഇരിപ്പാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോണത് അൽഫാം മന്തിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓഫറിലെ കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. യുബിയിലെ 99, അതായത് ക്വാർട്ടർ അൽഫാം മന്തിക്ക് 99 എന്നുള്ള ഓഫർ ഉണ്ട്. സൊമാറ്റോ വഴി മാത്രമാണ് അതുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് ജൂലൈ 13 അന്ന് ഞായറാഴ്ച നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്നലെ ഞങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു. ജസ്റ്റ് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ 10:30 മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണിക്കാകുമ്പോഴാണ് വിളിച്ചപ്പം അവർ പറഞ്ഞത് കുന്നംകുളം എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല. ഞങ്ങൾ ആ നമ്പറേക്ക് എന്നിട്ട് വിളിച്ച് നോക്കി. അപ്പോഴാണ് അവർ പറഞ്ഞു 7 o'clock ഓപ്പൺ ആവുകയാണ്. അങ്ങനെ ഞങ്ങൾ 7 മണിക്ക് ശേഷം വിളിച്ചു. 99 ക്വാർട്ടർ മന്തിക്കാണ്. അപ്പോൾ ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമുക്ക് 120 രൂപ അല്ലേ, 120 രൂപയാണ് ആയത്. വിളിച്ചു കിട്ടി. അപ്പൊ നമുക്ക് അത് കഴിക്കുന്ന വിശേഷങ്ങളാണ്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം കേട്ടോ. പിന്നെ ഒരു സൊമാറ്റോയുടെ ആ അക്കൗണ്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഒരെണ്ണം മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നോർമൽ ഒരു ഇപ്പൊ അൽഫാം മന്തി ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോർമൽ അൽഫാം മന്തിക്കൊക്കെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഒരു 120 റേഞ്ചിലൊക്കെയാണ് നോർമൽ അൽഫാം മന്തിക്കൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. ക്വാർട്ടർ പോർഷനെ ഒന്നും എടുത്ത് വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും എടുത്ത് വെക്കരുത്, വീഡിയോയിലാണ് തുറക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കാണിച്ചോളൂ കേട്ടോ. ഇതാ 99 അൽഫാം മന്തി കോട്ടന്റെ പീസാണ്. സാധാരണ ഒരു കോട്ടന്റെ സൈസൊക്കെ ഉണ്ട്. അമ്പ മോശം പീസാണെന്നൊന്നും പറയാനില്ല. ഇത് മയാമീസിന്റെ ബോക്സ്, ഇത് റെഡ് ചട്നിയുടെ ബോക്സ്. നിങ്ങളിത് മാറ്റിച്ചോട്ടാ. ഒരു മിനിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. വീഡിയോ ഇങ്ങനെ ഭയങ്കര പോസ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. അവിടെ മറ്റേ തെയ്യത്തിന്റെ പരിപാടിക്ക് വേണ്ടിട്ട് ഇരിക്കുകയാണ് കാണാൻ വേണ്ടിട്ട്. ബാക്കില് ഫുള്ള് പിള്ളേർ സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. ഞാൻ കുറെ നേരം ഭയങ്കര എടുക്കലാണ്. കുറെ ഞാനുണ്ട് ഞാൻ അറിയും കൂടില്ല. ഏതൊരു പയ്യൻ എന്നെ തോന്നിട്ട് ചേച്ചി ഓൺ ചെയ്തിട്ടില്ല, ചമ്മിപ്പോയി. വീഡിയോ ഓൺ ചെയ്തിട്ടില്ല അമ്മ പറയണേ. വേണ്ട റൈസ് ഞാൻ ആദ്യം ഉണ്ണിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനും കുറച്ച് കഴിക്കുന്നുണ്ട്. കഴിച്ചോക്കിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അത് ഞാൻ കഴിച്ചോക്കിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. മയണൈസ് നല്ല തിക്കൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാ. ശരിക്കും പറയാം കേട്ടാ. നമ്മുടെ കുട്ടിക്ക് എന്താ തോന്നുന്നു പറയാം കേട്ടാ. നല്ല ചൂടോട്ട് തന്നാനുണ്ട നല്ല ടേസ്റ്റുള്ള റെഡ് ചട്നി ഞാൻ അധികം കഴിക്കാറില്ല. എന്തായാലും കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഞാൻ അത് ഉണ്ണിക്ക് എടുത്തോണ്ട് പീസ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നല്ല പീസാണ് കേട്ടോ. ആണോ മയനൈസോ? എനിക്ക് ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം, എന്നാലാണ് എനിക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അതുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് സെറ്റാക്കണം. വന്നിട്ട് കുറച്ചു നേരമായിട്ടോ. അപ്പൊ ചൂടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ജ്യൂസ് ഏകദേശം നമ്മളൊരു കറക്റ്റ് 7 മണിക്ക് ഓർഡർ ആക്കി. ഓക്കെ, കറക്റ്റ് 7 മണിക്ക് ഓർഡർ ആക്കി. അപ്പോൾ ഓർഡർ ആക്കിയ സമയത്ത് ഇതിൽ കണ്ടായിരുന്നത് ഒരു 1 മണിക്കൂറിനുള്ളിൽ എത്തുന്നതാണ്. 2 ഫോണിൽ നിന്ന് 2 പോർഷനാണ് ഓർഡർ ആക്കിയത്. പക്ഷെ ഒരു 15-20 മിനിറ്റുള്ള സാധനം എത്തി. ഒരു പോർഷൻ നമ്മൾ ഗൂഗിൾ പേ ചെയ്തു, ഒരു പോർഷന് ക്യാഷ് കൊടുത്തു. എങ്ങനെ പോയാലും ഒരു അൽഫാം മന്തി ഹാഫ് നമുക്കൊരു 240-250 റേഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഹാഫ് ഇപ്പം നോർമലി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഹാഫ് മന്തി ഒന്നും എവിടെയും
240 കിട്ടില്ല. ഇത് ക്വാർട്ടർ 99. ആ ക്വാർട്ടർ 99 കൂടെ അപ്പം ഞാൻ പ്ലസ് അടിച്ച് നോക്കി, അപ്പോൾ 342 കാണിച്ചത്. അപ്പോൾ ഇന്ന് ഓഫർ കണ്ടിട്ട് ആരും രണ്ടെണ്ണം ഒരുമിച്ച് ഒരേ ഇതിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 342 കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു സൊമാറ്റോ അക്കൗണ്ടിൽ നിന്ന് ഒരെണ്ണം, അപ്പോൾ 99 പ്ലസ് അവരുടെ കൊറിയർ ചാർജ് അല്ല, എന്താ പറയുക, പാഴ്സൽ ചാർജ്, കൊണ്ടുവരുന്ന ചാർജ്, അതെ, ഡെലിവറി ചാർജ്. അപ്പോൾ ഡെലിവറി ചാർജ് അടക്കം വന്നേക്കണത് നമുക്ക് ഒരു ക്വാർട്ടറിന് 99 ആണ്. ഇനി ദേവട്ടി കഴിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യട്ടോ. ടേസ്റ്റ് ഉണ്ട്. അതായത് നല്ല വേവ് കൂടിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ കുറച്ച് ഒരു വേവ് കുറവല്ല, എന്നാലും വെന്തിട്ടില്ല, ആ ഒരു ഫീലാണ് കേട്ടോ കഴിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ മയോണൈസ് നല്ല തിക്കായിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. മധുരം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല മയോണൈസ്. പിന്നെ ചിക്കൻ അടിപൊളിയുണ്ട് കേട്ടോ. മസാല ഒക്കെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ട്. നല്ല ചിക്കൻ നന്നായിട്ടുണ്ടോ, ഒരു തരി കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചിക്കൻ പീസില്. പക്ഷെ മസാല എന്തൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, അത് നല്ല അടിപൊളിയുണ്ട്. റെഡ് ചട്നി ഞാൻ സാധാരണ എടുക്കാറില്ല, പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. വന്നാലും പറ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ചിക്കൻ സത്യത്തിൽ ഉണ്ണി കഴിച്ചോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ. റെഡ് ചട്നി ഞാൻ കഴിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ തുണ്ടൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. എനിക്കെന്താ ഹോസ്പിറ്റലൊക്കെ എല്ലാവരും നന്നായി കഴിക്കണതാണ്, നല്ലതാണെന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ പെപ്പർ ചിക്കനോ സുത്താരിക്ക് വേണമെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കഴിച്ചോട്ടെ. ഇതൊരു കഴിച്ചിട്ട് ഇനി റിവ്യൂ പറഞ്ഞാൽ സാധാരണ ഒരു 230 220 റേഞ്ചിൽ പറഞ്ഞ UBS അൽഫാം മന്തി 99 ഓഫർ കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. നല്ല ഇരുപത് ചട്നി കുഴപ്പമൊന്നുമില്ല കേട്ടോ, എരിവെന്ന് പറയാനില്ല. ഉണ്ണിക്ക് എരിവെടുത്തോടെ പോകാൻ പറ്റില്ല, അതുകൊണ്ടാ. തക്കാളിയുടെ ഒരു പുളിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്താ പറയാ, സാധാരണ നമ്മള് സാധാ ഒരു സ്ഥലത്ത് പോയി വാങ്ങി കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല, എല്ലാതും കൂടെ ഉണ്ട്. സംസാരിച്ചോട്ടോ. 99 രൂപയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടുള്ള ക്വാണ്ടിറ്റി കുറവോ ടേസ്റ്റിന് കുറവോ ഒന്നുമില്ല, നല്ല തന്നെയാണ്. നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ കിട്ടിയിട്ടും നല്ല ഭക്ഷണം കഴിക്കാം. ഓയ് കളയാണ്ട് കുടിക്കേ, കളയാണ്ട് കഴിക്കേ. ഏകദേശം ഒരു 2 ദിവസം 3 ദിവസം മുന്നേ മുതൽ ഫുഡി മഹാൻ എന്ന് പറഞ്ഞ വ്ളോഗറാണ് ഇൻസ്റ്റയിൽ യൂബിക്ക് വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് ചെയ്തത്. ആളുടെ ഇൻസ്റ്റാ പേജിലും പിന്നെ യൂബിയുടെ ഇൻസ്റ്റാ പേജിലും ഇതുണ്ടായിരുന്നു. നമ്മളവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മളിന്ന് ചിക്കൻ വൈകിട്ട് രാത്രി ഇന്നൊരു 6 മണി 7 മണിയാകുമ്പോൾ ചിക്കൻ വെച്ച്, അമ്മയുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കനാണെന്ന് വെച്ചത്. അപ്പോൾ അതുള്ളതുകൊണ്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയ കാരണം മാത്രം നമ്മളത് എടുത്തു കേട്ടോ, അല്ലെങ്കിൽ എടുക്കില്ല. അതെ, ലാസ്റ്റ് ഞങ്ങൾ പണ്ടത്തെ പോലെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 വീഡിയോസ് ഇട്ടിട്ടായിരുന്നു. യൂബിയുടെ കുന്നങ്ങൾക്ക് നമുക്ക് കഴിച്ചതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ. പക്ഷെ ഞാന് ഗുരുവായൂര് ചാവക്കാട് റൂട്ട് മറ്റേ ആര്യപ്പെട്ടപ്പുറത്തുള്ള ഗുരുവായൂര് സെന്ററിലായിട്ട് വരുന്ന യൂബിയിൽ ഞാന് അന്ന് നമ്മൾ എന്താ വെച്ചേ, ഞാൻ ദേവട്ടി ഫ്രണ്ട്സിനായിട്ട് പോയിട്ട് ഷവർമ കഴിച്ചിട്ടാണ് ഇതായത്. നമ്മള് മറ്റെന്താ അൽഫാം മന്തിയുടെ വേറൊരു പോർഷൻ കഴിച്ചിട്ടുണ്ടെന്ന്, എന്താ ഡൈനാമൈറ്റ് കഴിച്ചു. അൽഫാം മന്തി അത് നമുക്ക് നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ, അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിനായിട്ട് പോയിട്ട് ഷവർമ കഴിച്ചു, എന്റെ പൊട്ട് വീണു. ഷവർമ കഴിച്ചു, അത് ഒട്ടും കൊള്ളൂലായിരുന്നു. ഞാൻ എന്നിട്ടത് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുന്നംകുളം UBയിലുള്ള ഓഫറാണ്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഓഫർ ചെയ്യുമ്പോൾ കുന്നംകുളം ഗുരുവായൂരും കൂടി ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമാണ് അത് ഒന്നുകൂടി അടിപൊളിയാവുള്ളൂ. അതുപോലെ ഡെലിവറി ചാർജ് അവർ എടുക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ അതും കൂടി നല്ലൊന്ന് ഇതൊരു സൊമാറ്റോനായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇവർ ചെയ്യണത്. അത് ഒരു ഹിഡൻ ആക്കി ഇടാൻ പാടില്ലായിരുന്നു, ചെറിയൊരു ചാർജ് വരുന്നു, ഏകദേശം 120 രൂപീസ്.
99 ഓഫർ അത് ഓക്കെ, പക്ഷെ നമുക്ക് നിങ്ങൾക്ക് പറയാം ഡെലിവറി ചാർജ് ഉണ്ടെന്നുള്ളത് പറയാം. കാരണം 7 കിലോമീറ്റർ വരെ ഫ്രീ. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക, ഫ്രീ ആണ് ഉണ്ടായിരിക്കും, പക്ഷെ ഒന്ന് അതൊന്ന് പറയണം, അതിന് കാണിക്കണം കേട്ടോ. മൊത്തത്തില് ഒന്ന് പറഞ്ഞേ. എനിക്ക് മൊത്തത്തിൽ പറഞ്ഞ ആൾക്കാർക്ക് രണ്ടുപേരും ഞാൻ അത്യാവശ്യം ഇല്ല, മൊത്തത്തില് ഇന്നത്തെ ഫുഡിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേ. പറഞ്ഞില്ല കേട്ടോ, ആൾക്കാർക്ക് ഭ്രാന്ത് വരും തന്നെ പറഞ്ഞു. വീഡിയോ ക്ലോസ് ചെയ്യണ്ടേ? അപ്പൊ വീഡിയോ ക്ലോസ് ചെയ്യാട്ടോ ഞങ്ങള്. ആ പെപ്പർ ചിക്കനും കൂടി നോക്കാം. ദേവട്ടി ഡ്രൈവറെ പെപ്പർ ചിക്കൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ യുവിയുടെ അൽഫാം മന്തിയുടെ കൂടെ പെപ്പർ ചിക്കനോട് ദേവട്ടി നോക്കിയിട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ്. ഇതിനെ കുറിച്ചിട്ട് 2 വാക്ക് പറഞ്ഞു. ഉണ്ണി ശരിക്കിരിക്കേ. ദേവട്ടി ക്ലോസ് ചെയ്യാൻ വേണം ചേട്ടൻ കഴിക്കാൻ. 11 മിനിറ്റായി. പെപ്പർ ചിക്കൻ കുഴപ്പമില്ല, പക്ഷെ ചിലപ്പോ ഒരു പീസ് കൊണ്ട് എടുത്ത് കഴിച്ചാൽ മസാല കിട്ടിയാലും ആ പെപ്പറിന് നല്ല ടേസ്റ്റ് കിട്ടാറുള്ളൂ തോന്നുന്നു. ഇപ്പൊ എനിക്ക് വലിയാണ്ട് പെപ്പറിന്റെ ടേസ്റ്റ് ഉണ്ട് വന്നിട്ടില്ല കേട്ടോ. ഒരു നല്ല നീറ്റ് എടുക്കുമല്ലോ, അതിപ്പോ കിട്ടിയിട്ടില്ല. പക്ഷെ മസാല ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പെപ്പർ ആൾക്ക് കിട്ടിയിട്ടില്ല, അതാണ് ആൾക്കാർ പെപ്പർ കിട്ടിയിട്ടില്ല, അതാണ് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു പെപ്പർ ചിക്കൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതുപോലെ പറയാട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത പീസൊക്കെ തന്നെയാണ് കിട്ടിയത്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ. ഓക്കെ, ബൈ.